ഹായ് എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യണത് റിങ്സ് ആൻഡ് മോഡ്യൂൾ ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു റിമാർക്കാണ്. ലെറ്റ് യു ഫ്രം എം ടു എൻ ബി എ മോഡ്യൂൾ ഹോമോമോർഫിസം, ദെൻ എസ് ഇൻവേഴ്സ് യു ഫ്രം എസ് ഇൻവേഴ്സ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഡിഫൈൻഡ് ബൈ S inverse of u of m by s is equal to u of m by s is an S inverse a module homomorphism. അതായത് u എന്നുള്ളത് എം ടു എൻ ഒരു എ മോഡ്യൂൾ ഹോമോമോർഫിസം ആണെങ്കിൽ ഒരു എസ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറഞ്ഞത് എസ് ഇൻവേഴ്സ് ഓഫ് എം എന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എന്നിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസ് ഇസ് ഈക്വൽ ടു യു ഓഫ് എം ബൈ എസ്. ഈ ഡിഫൈൻ ചെയ്ത് എന്താണെന്ന് പറഞ്ഞത് എസ് ഇൻവേഴ്സ് ഓഫ് എ മോഡ്യൂൾ ഹോമോമോർഫിസം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കുക. എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എസ് പ്ലസ് എൻ ബൈ ടി, ഇങ്ങനെ രണ്ട് എലമെൻറ്റിൻ്റെ സം എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ്, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എം ടി പ്ലസ് എൻ എസ് ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു യു ഓഫ്, നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് എം ബൈ എസ് എന്നാണ് ഡെഫിനിഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും യു ഓഫ് എം ടി പ്ലസ് എൻ എസ് ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്ന് വരും. ഓക്കെ, ഇതിനെ പ്രകാരം നമുക്ക് എങ്ങനെ തരാം? യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ടീനെ ഫസ്റ്റ് ടേമിൽ നിന്ന് ടീനെ ഔട്ട്സൈഡ് എടുക്കുക. അതായത് ടി യു ഓഫ് എം പ്ലസ് എസ് ഇൻറ്റു യു ഓഫ് എൻ ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്ക്, നമ്മളിതിനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ, ഓരോ ടേമിനും സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ യു ഓഫ് എം ബൈ എസ് പ്ലസ് യു ഓഫ് എൻ ബൈ ടി എന്ന് വരും. ബിക്കോസ് അതിൽ ഫസ്റ്റ് ടേമിൽ ടിയും ക്യാൻസൽ ചെയ്യും, സെക്കൻഡ് ടേമിൽ എസും ക്യാൻസൽ ചെയ്യും. അതായത് യു ഓഫ് എം ബൈ എസ് പ്ലസ് യു ഓഫ് എൻ ബൈ ടി എന്ന് വരും. അതായത് യു ഓഫ് എം ബൈ എസ് എന്ന് പറഞ്ഞാൽ ആരാ? എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസ് എന്നാണ്, പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എൻ ബൈ ടി എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എസ് ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് ഇൻറ്റു എം ബൈ ടി, അത് ചെയ്ത് നോക്കിയാൽ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ്, അത് നേരെ ചെയ്ത് കഴിഞ്ഞാൽ എ എം ബൈ എസ് ടി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം, ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്താ? യു ഓഫ് എ എം ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു യു ഓഫ് എം ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്നാവും. അതിൽ നമ്മൾ എസ്സിനെ ഔട്ട്സൈഡ് കഴിഞ്ഞാൽ അതായത് എ ബൈ എസ് യു ഓഫ് എം ബൈ ടി എന്ന് വരും. അതായത് എ ബൈ എസ് ഇൻറ്റു എസ് ഇൻവേഴ്സ് യു ഓഫ് എം ബൈ ടി എന്നാവും. ദാറ്റ് ഈസ് യു ഓഫ് എം ഓൾ ഡിവൈഡ് ബൈ ടീൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ ടി ആണ്. സോ എസ് ഇൻവേഴ്സ് ഓഫ് യു ഈസ് എസ് ഇൻവേഴ്സ് ഓഫ് എ മോഡ്യൂൾ ഹോമോമോർഫിസം ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് നെക്സ്റ്റ് നോക്കുക. രണ്ടാമത്തത്, ഇഫ് യു ഫ്രം എം ടു എം ആണെങ്കിൽ ദി ഐഡൻറ്റിറ്റി മാപ്പ്, ദെൻ എസ് ഇൻവേഴ്സ് ഓഫ് യു ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ഈസ് ദി ഐഡൻറ്റിറ്റി ഹോമോമോർഫിസം ഓൺ എസ് ഇൻവേഴ്സ് ഓഫ് എം ആണ്. ഓക്കെ, അതായത് യു എം ടു എമ്മിലേക്ക് ഒരു ഐഡൻറ്റിറ്റി മാപ്പ് ആണെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് യു എന്താണെന്നുള്ള ഐഡൻറ്റിറ്റി ഹോമോമോർഫിസം ആണ് ഏതിൽ? എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിൽ എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ മൂന്നാമത്തത് റിസൾട്ട് നോക്കുക. ലെറ്റ് യു ഫ്രം എം ടു എൻ, അതേപോലെ വി ഫ്രം എൻ ടു എൽ, ദെൻ വി കോമ്പോസിറ്റ് യു ഫ്രം എം ടു എൽ, അതേപോലെ തന്നെ എസ് ഇൻവേഴ്സ് ഓഫ് യു ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ, അതേപോലെ എസ് ഇൻവേഴ്സ് ഓഫ് വി ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എൻ ടു എസ് ഇൻവേഴ്സ് ഓഫ് എൽ, ദെൻ എസ് ഇൻവേഴ്സ് ഓഫ് വി കോമ്പോസിറ്റ് യു ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ എസ് ഇൻവേഴ്സ് ഓഫ് V composite U is equal to S inverse of
വി കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഓഫ് യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് യു എന്ന് പറഞ്ഞത് എം എന്ന് എന്നിലേക്കാണ്, വി എന്നുള്ളത് എന്താണ് എന്നിന്ന് എല്ലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ, അതായത് വി കോമ്പോസിറ്റ് യു ഇവിടുന്ന വരിക എം ടു എല്ലാണ്. അതേപോലെ തന്നെ എസ് ഇൻവേഴ്സ് ഓഫ് യു ഇവിടുന്നാണ് എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എന്നിലേക്കാണ്. അതേപോലെ എസ് ഇൻവേഴ്സ് ഓഫ് വി എന്താ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ടു എസ് ഇൻവേഴ്സ് ഓഫ് എല്ലിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് വി കോമ്പോസിറ്റ് യു എന്ന് പറഞ്ഞത് ആരാന്ന് പറഞ്ഞത് എസ് ഇൻവേഴ്സ് ഓഫ് എം ടു S inverse of L is given by S inverse of V composite U is equal to S inverse of V composite S inverse of U എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമ്മൾ നോക്കുക S inverse of V composite U of M by S എടുത്തു. ഒരു എലമെൻറ്റ് എം ബൈ എസ്, ഒരു ആർബിട്രറി എലമെൻ്റ് ആണ് ആര് എം ബൈ എസ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ നമ്മൾ തൊട്ട് മുന്നത്തെ ഡെഫിനിഷൻ പ്രകാരം നമുക്കിതിനെ എങ്ങനെ എഴുതാം? വി കോമ്പോസിറ്റ് യു ഓഫ് എം ബൈ എസ് എന്ന് എഴുതാം. മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിമാർക്ക് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? വി കോമ്പോസിറ്റ് യു ഓഫ് എം ബൈ എസ് എന്ന് എഴുതാം. അതായത് വി ഓഫ് യു ഓഫ് എം ബൈ എസ് എന്ന് എഴുതാം. അതായത് കോമ്പോസിറ്റിൻ്റെ ഡെഫിനിഷനാണ്. നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വി ഓഫ് യു കോമ്പോസിറ്റ് എം ഓൾ ഡിവൈഡ് ബൈ എസ് എന്ന് എഴുതാം. ഓക്കെ, അതായത് എസ് ഇൻവേഴ്സ് ഓഫ് വി ഓഫ് എന്ത് ചെയ്താൽ യു ഓഫ് എം ബൈ എസ് എന്ന് എഴുതാം. കാരണം വി ഓഫ് യു ഓഫ് എം ഓൾ ഡിവൈഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എസ് ഇൻവേഴ്സ് ഓഫ് വി ഓഫ് യു ഓഫ് എം ബൈ എസ് എന്നാണ്. ഓക്കെ, അതായത് എസ് ഇൻവേഴ്സ് ഓഫ് വി ഇൻറ്റു നോക്കുക, ഇവിടെ നോക്കുക യു ഓഫ് എം ബൈ എസ് എന്ന് പറഞ്ഞാൽ യു ഓഫ് എം ബൈ എസ് എന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസിനോട് ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്ത് വരും? അതായത് എസ് ഇൻവേഴ്സ് ഓഫ് വി ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസ് എന്ന് വരും. ഓക്കെ, അതായത് നമ്മൾ ആർബിട്രറി എലമെൻ്റ് അതുകൊണ്ട് ആ എം ബൈ എസിന് ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? എസ് ഇൻവേഴ്സ് ഓഫ് വി കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഓഫ് യു ഓഫ് എം ബൈ എസ് എന്ന് വരും. ദാറ്റ് ഈസ് എസ് ഇൻവേഴ്സ് ഓഫ് വി composite u is equal to S inverse of V composite S inverse of u എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇനി നമുക്കൊരു പ്രിപ്പോർഷൻ ഉണ്ട്. പ്രിപ്പോർഷൻ പറഞ്ഞത് ഇതാണ്, 3.3 ആണ് പ്രിപ്പോർഷന്. ദി ഓപ്പറേഷൻ എസ് ഇൻവേഴ്സ് ഈസ് എക്സാക്റ്റ്. ഓപ്പറേഷൻ എന്താണ്? എസ് ഇൻവേഴ്സ് എന്താണ്? എക്സാക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇഫ് എം ഡാഷിൽ നിന്ന് എമ്മിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതേപോലെ എം എന്ന് എം ഡബിൾ ഡാഷിലേക്ക് ഒരു ഫംഗ്ഷൻ ജി ഉണ്ട്, ഈസ് എക്സാക്റ്റ് അറ്റ് എം. നമുക്കറിയാം ദെൻ എസ് ഇൻവേഴ്സ് എം ഡാഷ് ഇസ് ഈക്വൽ ടു ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എം. അതുപോലെ എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ഡബിൾ ഡാഷിലേക്ക് ആരാണ്? എസ് ഇൻവേഴ്സ് ഓഫ് ജി ഈസ് എക്സാക്റ്റ് അറ്റ് എസ് ഇൻവേഴ്സ് ഓഫ് എം. അതായത് നമ്മുടെ എസ് ഇൻവേഴ്സ് എക്സാക്റ്റ് ആണ്. അതേപോലെ തന്നെ ദാറ്റ് ഈസ് അതായത് എം ഡാഷ് എന്ന് എമ്മിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതേപോലെ എം എന്ന് എം ഡബിൾ ഡാഷിലേക്ക് ആരുണ്ട്? ഒരു ഫംഗ്ഷൻ ജി ഉണ്ട്. ഈ ജി എമ്മിൽ അയാൾ എന്താണ്? എക്സാക്റ്റ് ആണ്. എമ്മിൽ എക്സാക്റ്റ് ആവണമെന്ന് നമുക്കറിയാം കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇമേജ് ഓഫ് ജി. നമുക്ക് തൊട്ട് മുന്നേ നമുക്കറിയാം കേർണൽ ഓഫ് ജി is equal to ഇമേജ് ഓഫ് എഫ് എന്നാണ് നമുക്കറിയാം. ഒരു സീക്വൻസ് എക്സാക്റ്റ് ആവണമെങ്കിൽ, അത് എമ്മിൽ എക്സാക്റ്റ് ആവണമെങ്കിൽ ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ആരാണ്? കേർണൽ ഓഫ് ജി ആണ് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷിൽ നിന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിലേക്ക് ആരുണ്ട്? എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഉണ്ട്. അതേപോലെ തന്നെ എസ് ഇൻവേഴ്സ് ഓഫ് എം എന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എം ഡബിൾ ഡാഷിലേക്ക് ആരുണ്ട്? എസ് ഇൻവേഴ്സ് ഓഫ് ജി ഉണ്ട്. ഈസ് എക്സാക്റ്റ് ആണ്. അതായത് ഈ സീക്വൻസ് എന്താണ്? എക്സാക്റ്റ് ആണ് അറ്റ് ഏത് പോയിന്റിൽ? എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിൽ. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എമ്മിൽ എക്സാക്റ്റ് ആണെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് എം എന്താണ്? എക്സാക്റ്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഗിവൺ അതിന് പ്രൂഫ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സിൻസ് ദ ഗിവൺ സീക്വൻസ് ഈസ് എക്സാക്റ്റ് ആണ്. അതായത് ഒരു സീക്വൻസ് എക്സാക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ്? കേർണൽ ഓഫ് ജി ഈസ് ഈക്വൽ ടു ഇമേജ് ഓഫ് എഫ് ആവണം. അതായത് ഫസ്റ്റത്തത് ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ആരാവണം? കേർണൽ ഓഫ് ജി ആവണം. അതായത് ദാറ്റ് ഈസ് ഒരു എക്സ് നമ്മൾ എം ഡാഷ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഏതിലുണ്ടാവും? ഇമേജ് ഓഫ് എഫിലുണ്ടാവും. നമ്മൾ എം ഡാഷ് എന്ന് ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ദെൻ എഫ് ഓഫ് എക്സ് ഏതിലുണ്ടാവും? ഇമേജ് ഓഫ് എഫിലുണ്ടാവും. ഇമേജ് ഓഫ് എഫ് നിന്ന്
അതെങ്ങോട്ടാണ് പോവുക, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എന്താവും, ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എന്താവും 0 ആവും. കാരണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എം ഡാഷ്, ബിക്കോസ് കേണൽ ഓഫ് ജി ഈസ് ഈക്വൽ ടു ആരാണ്, ഇമേജ് ഓഫ് എഫ് ആണ്. അതായത് എഫ് ജി കോമ്പോസിറ്റ് എഫിൻ്റെ ആൻസർ എപ്പോഴും എന്താണ്, ഈക്വൽ ടു 0 ആണ്. അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ 0 ആയതുകൊണ്ട് ജി കോമ്പോസിറ്റിൻ എഫിൻ്റെ ആൻസർ എന്താണ്, ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിൽ ഈ സീക്വൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, എക്സാക്റ്റാന്ന് പ്രൂവ് ചെയ്യണം. ഹെൻസ് നമുക്ക് നോക്കുക, എസ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഓഫ് എഫിൻ്റെ ആൻസർ എന്താ വരിക, നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്താണ്, എന്താണ് എസ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിറ്റ് എഫ് ആണ്. ഓക്കെ, എസ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിറ്റ് എഫിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി, ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ട്. അതായത് എസ് ഇൻവേഴ്സ് ഓഫ് 0 ആവും. എസ് ഇൻവേഴ്സ് ഓഫ് 0ൻ്റെ ആൻസർ എന്താണ്, ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻറ്റു എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എം ഡാഷ് ബൈ എസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എം ഡാഷ് ബൈ എസ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ്. അതായത് നമ്മൾ ഏതൊരു എലമെൻറ്റ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് എന്നൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോമ്പോസിറ്റ് ഫങ്ഷൻ, അതായത് എസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എം എഫ് ഓഫ് എം ഡാഷ് ബൈ എസിൻ്റെ ആൻസർ എന്താണ്, ഈക്വൽ ടു 0 ആണ്. അതായത് ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് കണ്ടെയ്നിങ് കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്നാണ്. ഓക്കെ, അതായത് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ എം ഡാഷ് ബൈ എസിന് എടുത്തു കഴിഞ്ഞാലും അതിന് ആൻസർ എന്തായി പോവാണ്, 0 ആയി പോവാണ്. സോ ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് കണ്ടെയ്നിങ് കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്നാണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ് നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. എങ്ങനെ, കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി കണ്ടെയ്നിങ് ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എസ് ഇൻവേഴ്സ് ഓഫ് എം എക്സാക്റ്റാന്ന് കിട്ടുള്ളൂ. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഒരു എം ബൈ എസ് എന്നുള്ളത് കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്നെടുത്തു. ഒരു ലെറ്റ് എസ് എം ബൈ എസ് ഒരു ആർബിട്രറി എലമെൻ്റ് ആയിട്ടുള്ള എം ബൈ എസ് നമ്മൾ എന്തെടുത്തു, കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്നെടുത്തു. ദാറ്റ് ഇംപ്ലൈസ് നമുക്കറിയാം കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് എടുക്കുക എന്ന് പറയുന്ന മീനിങ് എന്താ, എസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എം ബൈ എസിൻ്റെ ആൻസർ എന്തായി പോവും, 0 ആയി പോവും. ഓക്കെ, അതായത് കേർണലിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. കേർണലിൽ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ആ ഫംഗ്ഷൻ, അതായത് ഇപ്പോൾ കേർണൽ ഓഫ് എഫ് എക്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എന്തായി പോകുന്നതാണ്, 0 ആയി പോകുന്നതാണ്. സോ സിമിലർ വേല് ഇവിടെ എന്തായി പോകും, എസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എം ബൈ എസിൻ്റെ ആൻസർ 0 ആയി പോകും. ദാറ്റ് ഇംപ്ലൈസ് നമുക്കറിയാം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എം ബൈ എസ് നമ്മളെങ്ങനെ തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തത് ജി ഓഫ് എം ബൈ എസ് ആണ്. അല്ലെങ്കിൽ എസിനെ കളഞ്ഞിട്ട് ജി ഓഫ് എം ബൈ എസ് ഓൾ ഡിവൈഡ് ബൈ എസ് ഇസ് ഈക്വൽ ടു ആൻസർ എന്താണ്, 0 ആണ്. നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ജി ഓഫ് എം ബൈ എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 0/1 എന്ന് എഴുതാം, 0/1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ജി ഓഫ് എം കൊമ എസ് ഇസ് ഈക്വൽ ടു 0,1 എന്ന് എഴുതാം. ഓക്കെ, ഇതിന് നമുക്ക് ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള ദാറ്റ് ഇംപ്ലൈസ് ടി ഓഫ് ജി ഓഫ് എം ഇൻറ്റു 1 മൈനസ് എസ് ഇൻറ്റു 0 ഈക്വൽ ടു 0 ഫോർ സം ടി ബിലോങ്സ് ടു എസ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ടി ഇൻറ്റു ജി ഓഫ് എം ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് ജി ഓഫ് ടി ഓഫ് എം ഇസ് ഈക്വൽ ടു ആരാണ്, 0 ആണ്. ഓക്കെ, ജി ഓഫ് ടി ഓഫ് എം ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ടി എം ബിലോങ്സ് ടു കേർണൽ ഓഫ് ജി എന്ന് കിട്ടും. അതായത് നോക്കുക, ജി ഓഫ് ടി ഓഫ് എമ്മിൻ്റെ ആൻസർ എന്ത് വന്നു, 0 വന്നു. അതായത് ഒരു എലമെൻറ്റ് ജിയിലുള്ള ഒരു എലമെൻറ്റ് ടി എം എടുത്തപ്പോൾ ജി ഓഫ് ടി എം എന്തിൽ വന്നു, ഈക്വൽ ടു 0 വന്നു. അതിനർത്ഥം ടി എം ഏതിലുണ്ട് എന്നാണ്, കേർണൽ ഓഫ് ജിയിലുണ്ട് എന്നാണ്. അതായത് കേർണൽ ഓഫ് ജിയും ഇമേജ് ഓഫ് എഫ് എന്താണ്, സെയിം ആണ് അല്ലേ, നമുക്കറിയാം. കാരണം നമ്മൾ എടുത്തിട്ടുണ്ട് ആ സീക്വൻസ് എന്താണെന്നുള്ളത്, ഫസ്റ്റ് സീക്വൻസ് എക്സാക്റ്റാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടി എം ഏതിലുണ്ട്, ഈ കേർണൽ ഓഫ് ജിയിലുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു ഇമേജ് ഓഫ് എഫ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി എം ഏതിലുണ്ടെന്ന് പറയാൻ പറ്റും, ഇമേജ് ഓഫ് എഫിലുണ്ടെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇംപ്ലൈസ് ടി എം ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എം ഡാഷ് എന്ന് എഴുതാം ഫോർ സം എം ഡാഷ് ബിലോങ്സ് ടു എം ഡാഷ്. അതായത് ഒരു എം ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആര് വരുന്നത്, ഒരു ടി എം എന്നുള്ള എലമെൻറ്റ് വരുന്നത്. ആ എം ഡാഷ് ഓടുന്നതാണ് എം ഡാഷ് എന്നാണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എം ബൈ എസ് ഇസ് ഈക്വൽ ടു ടി എം ബൈ
ടി എസ് എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് എം ബൈ എസ് നമുക്ക് എങ്ങനെ ടി എം ബൈ ടി എസ് എന്ന് എഴുതാം. രണ്ടിനും കോമൺ ആയിട്ട് ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കറിയാം എന്ത് മുകളിൽ കിടക്കുന്ന ടി എം ആരാ, ടി എം ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം ഡാഷ് ആണ്. എഫ് ഓഫ് എം ഡാഷ് ബൈ ടി എസ് വരും. ഓക്കെ, ഇത് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുക, ടി ഓഫ് എം ബൈ ടി എസ് നമുക്ക് എങ്ങനെ എഴുതാം, എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻറ്റു എം ഡാഷ് ബൈ ടി എസ് എന്ന് എഴുതാം. ഓക്കെ, അതായത് എം ഡാഷ് ബൈ ടി എസിൻ്റെ എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എം ഡാഷ് ബൈ ടി എസിൻ്റെ വാല്യൂ ആണ് ആര്, എം ബൈ എസ് എന്നുള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ബൈ എസ് ഏതിലുണ്ടെന്ന് പറയാൻ പറ്റും, ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിലുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് കേണൽ ഓഫ്, അതായത് ഒരു കേണൽ നിന്നാണ് നമ്മൾ ആരെടുത്ത് എം ബൈ എസ് എടുത്തത്. ആ എം ബൈ എസിൻ കേണൽ ഓഫ് എം എന്ന് എടുത്ത് കേണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് എടുത്തപ്പോൾ ആ എലമെൻറ്റ് ഏതിലുണ്ടെന്ന് കിട്ടി, അതായത് എം ബൈ എസ് ബിലോങ്സ് ടു ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫിലുണ്ടെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, കേണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി കണ്ടെയ്നിങ് ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും. അതായത് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയത് ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഇസ് കണ്ടെയ്നിങ് കേണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി എന്നാണ്. ഇവിടെ തിരിച്ചും കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, കേണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ജി is equal to ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ സീക്വൻസ് എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ആൻഡ് എസ് ഇൻവേഴ്സ് ഓഫ് എം എന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എം ഡബിൾ ഡാഷിലേക്കുള്ള ഈ സീക്വൻസ് എന്താണെന്ന് പറയാൻ പറ്റും, എക്സാക്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ക്ലാസ് വാച്ച് ചെയ്യുക.